കുഞ്ഞാ കുഞ്ഞാ എണിക്കുന്നുണ്ടോ നീ? രാത്രി മുഴുവൻ ഫോണിൽ നോക്കിയിരുന്നിട്ട് പിന്നെ എപ്പോഴാണ് അവ കിടക്കണേ? കുഞ്ഞാ കുഞ്ഞാ എണീക്കാൻ. ഓ, രാവിലെ തന്നെ കാറി പിടിച്ച് വന്നോളൂ. നിനക്കൊന്നും വേറെ പണിയില്ലേടാ? ഞാൻ പോയ ജോലിക്ക് എനിക്ക് നേരെ നീ ഇന്ന് അച്ഛന്റെ കൂടെ പൊക്കോ. എടാ കാലാ, നിനക്ക് നേരെ വിളിച്ചൂടെ? മാറവിടുന്ന്. പ്രായത്തിലും തൃശ്ശിവയുടെ പ്രായത്തിലിരിക്കുന്ന തറവാട്ടിലെ മക്കൾ എല്ലാവരും കെട്ടിച്ചു കൊടുത്തു. ഇവരിങ്ങനെ നിർത്തിയാൽ മതിയോ വാസുദേവ? വിശ്വേട്ട ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ലോ, അവള് സമ്മതിക്കണ്ടേ? കുഞ്ഞിന് വേണ്ടെങ്കിൽ വേണ്ട, എന്നെ കെട്ടിച്ചൂടെ? അവൾക്ക് പ്രാന്ത. ഒരേ പോലെ ഇങ്ങനെ ചേക്കാമാരി നോക്കിയിരുന്നോളൂ. ഇങ്ങനെ ഉണ്ടാവും പെണ്ണു. അത് വെച്ചില്ല, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് നീ കഴിച്ചാ മതി. നല്ല മാർക്കോടെ ജേർണലിസം പഠിച്ച് ജോലി കിട്ടിയതല്ലേ? അവളെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അവൾക്ക് ഇപ്പോ വേണ്ട, ഇനി സംസാരം വേണ്ട. അങ്ങനെ പെണ്ണിട്ട് പണിക്ക് പോയി കഴിയേണ്ട അവസ്ഥ ഈ വൈകുണ്ഠ തറവാട്ടുകാർക്ക് ഇപ്പൊ ഇല്ല. അവൾക്ക് എല്ലാവരും സഹായിക്കാനും സ്നേഹിക്കാനും അയച്ചല്ലേ ഇവിടെ പഞ്ചായത്ത് തന്നെ ജോലി ശരിയാക്കി കൊടുത്തത്, അതും കല്യാണം വരെ. അവളെ എന്റെ പെങ്ങളാ, തൃശ്ശൂർ വാസുദേവൻ വൈകുണ്ഠത്തിന്റെ പെങ്ങള്. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും മാത്രമേ അറിയത്തുള്ളൂ. അതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ നിങ്ങളുടെ അച്ഛൻ. മരിച്ചിട്ടും നിങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ പഠിപ്പിച്ചില്ലേ? കുഞ്ഞാ നീ കഴിക്കി, നമുക്ക് ഇറങ്ങാൻ നോക്കാം. ചേട്ടന് പോണെന്ന് പറഞ്ഞിട്ട് നീ കഴിച്ചിട്ട് വരാൻ നോക്കണുണ്ടോ? എനിക്ക് ഇതെന്തോ പറ്റി? മോള് കഴിക്ക്. ബാക്കിയുള്ള അമ്മമാരൊക്കെ എന്തമ്മ? എല്ലാവരും അടുക്കളയിലുണ്ട്. ദേശത്തിലാണല്ലോ. അതൊന്നുമില്ല. നിന്റെ ഓഫീസിൽ ഏതൊരു വേളി നിന്റെ പുറകെയാണെന്ന് കേട്ടല്ലോടി. എങ്ങനെയുണ്ട് ആള്? അതൊക്കെ അറിഞ്ഞു. നീ പറയ്, എങ്ങനെയുണ്ട് കാണാൻ? നിനക്കിഷ്ടാണോ? നിനക്കല്ലെങ്കിൽ ഓരോപോലെ ഇരിക്കുന്ന ചെക്കന്മാരില്ലേ പിടിക്കൂ? തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ കന്നീലക്കൊമ്പിളിൽ മുള്ളിലില്ല പൂവുണ്ടേ ഇടനെഞ്ചിൽ തുടിയുണ്ടേ തുടികൊട്ടും പാട്ടുണ്ടേ കരകാട്ടം കാണാൻ എന്നെത്താനുണ്ടേ തങ്കത്തോണി തെന്മലയോരം എന്താ വരുന്നു? എന്തോ ഓമനം രാവിലെ തന്നെ? ഇത് പെൻഷന്റെ കടലാസ. നീ ഇത് പഞ്ചായത്ത് പൂന്തോടൊന്ന് കൊടുക്കോ? അതിനെന്താ, ഇങ്ങതായി ഞാൻ കൊടുക്ക. എന്നാ സീതേ, ഞാൻ ഇറങ്ങട്ടെ. ഓമന ചായ കുടിച്ചിട്ട് പോവാ. അയ്യോ വേണ്ട സീതേ, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ? വാടാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. എന്നാ കഴിച്ചിട്ട് പോവാ. ഒരു നാളിൽ
നിന്നൊരാഗം പൂ പോലെ എന്നെ തഴുകി ആ കുളിരിൽ ഞാൻ ഒരു രാക്കിളിയായി അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു. എന്താ ഉമ്മേ അമ്മക്കുട്ടി വളഞ്ഞാ? ഞാൻ അതിനെ പിടിച്ച് വളച്ചു പിടിക്കേണ്ടി വരും, അല്ലാണ്ട് അത് വളയുന്ന എനിക്ക് തോന്നണില്ല. നിന്റെ മോച്ചിയുടെ സ്വഭാവം കാണിച്ചതിനെ പേടിപ്പിക്കുന്നുണ്ടാവും. അതില്ല കാശിയേട്ടാ, അവളുടെ മുമ്പിലേ ഇവന് അമ്പിയുടെ സ്വഭാവമാണ്. അവൾ എത്തിയടാ? വന്നു കുടുംബശ്രീ ഓഫീസിലുണ്ടാവും. എന്താ അവൾക്ക് അവിടെ പണി? എനിക്കറിഞ്ഞൂടെ, സാമൂഹ്യ പ്രവൃത്തിയല്ലേ. കുടുംബശ്രീയുടെ എന്ത് പരിപാടി ഉണ്ടാ? മേഡം പോയിട്ട് അവൾക്ക് സഹായം ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഇല്ല, എന്താണ് സൗണ്ട്? എന്താണ് പ്രശ്നം? ഞാൻ നോക്കാം. തല്ലേ, എന്നെ വീണ സ്ഥലം അവിടെ ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അതിന് പരാതി കൊടുക്കാനൊക്കെ നടന്നാണ്ടല്ലോ. മോനെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, അവിടെ തന്നെ വെള്ളം വീശാ പോരെ. എന്തിനാ ഞങ്ങളെ പാവപ്പെട്ടവരിങ്ങനെ ഉപദ്രവിക്കണേ? അത് നിങ്ങളൊക്കെ ഒരു വീടാണോ? കുപ്പത്തോടിയല്ലേ? വേഗം വീട്ടിൽ പോയി നോക്കൂ. മോളെ വേണ്ട, നിന്റെ പൂത്തനാവ് ഞാൻ അരിഞ്ഞാളയും. നിന്റെ അമ്മയുടെ വീട്ടിൽ തള്ളാന്ന് വിളിക്കാറ്. അങ്ങനെ വിളിക്കണുണ്ടെങ്കിൽ അതൊക്കെ വെളിയിറങ്ങുമ്പോ അവിടെ വെച്ച് വന്നോളണം. അയ്യോ ചേട്ടാ വേണ്ട, ഇതിനെ തൊട്ടാൽ ഞാൻ സഹിക്കില്ല. എന്നാലും നിനക്കിട്ട് തരാം. അവളെ പോയി എന്താ ഡേട്ട് അവളെ അടിച്ചത്? ഞാൻ തയ്ച്ചു വെച്ചൊരു ബ്രേസ്ലെറ്റ് ആവശ്യം വരും. അടുത്ത എല്ലാ കാര്യത്തിലും ഒരു മടികൂടാതെ വരുന്ന സാമൂഹികപ്രവർത്തകയായ അതുപോലെ നമ്മുടെ പഞ്ചായത്തായ കൃഷിയെ രണ്ട് വാരം സംസാരിക്കാനും ഒരു സോങ്ങിനും വേണ്ടി വിളിക്കാം. അതാണ് അല്ലേ? വേദിയിലിരിക്കുന്ന വിശിഷ്ടതിഥികളെ, അതുപോലെ എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, അവിടെ നല്ല ഇലക്ഷനൊക്കെ പിന്നെ കേറിപ്പോന്ന് അറിയില്ലല്ലോടാ. അത്രയ്ക്ക് മാറിയാണുണ്ടാവില്ല. പക്ഷെ വൈകുണ്ഠത്തിലല്ലേ മോനെ, അതങ്ങനെ വരൂ. എന്താ വൈകുണ്ഠം തറവാട് 4 ചേട്ടനിമാരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന വൈകുണ്ഠത്തിൽ നിന്നിട്ടും തോന്നും. അയ്യോ 4 അല്ല 3, ഒരാള് പോയി. അവർക്ക് ടെക്സ്റ്റൈൽ ഷോപ്പ്, തുണിക്കട, ബിസിനസ്, പരീക്ഷ, കൃഷി, അങ്ങനെ പോകുന്നു അവരുടെ നീണ്ട ലീസ്റ്റ്. പെട്ടെന്ന് ആർക്കും നോക്കുമ്പോ ഒന്നും തോന്നില്ല. പക്ഷെ വൈകുണ്ഠം തറവാടിന്റെ വേറൊരു പ്രശ്നമുണ്ട്. പണം, അന്തസ്, അത് വിട്ട് വേറെ കളിയില്ല. അതുപോലെ തന്നെ പ്രേമം. അതെ, അവിടെ ഒരാളും പ്രേമിച്ച് കെട്ടാൻ പാടില്ലെന്നാ. അവളുടെ തന്നെ പുറകെ നടക്കുന്ന എത്ര പേരുടെയെന്നറിയോ വൈകുണ്ഠം തറവാട്ടിലുള്ള ഒരു പാലത്തെട്ട് പോയത്. പഴയ തറവാട് ആളല്ലേ, അവർക്ക് നേരം വെളുത്തിട്ടില്ല. കോലയ്ക്ക് കോല,
പണത്തിന് പണം. അതാണ് വൈകുണ്ഠം തറവാട്. അപ്പൊ നീയൊക്കെ എന്ത് തീർത്തിലാണ് പുറകെ നടക്കണേ? എന്റെ പ്രണയം അവസാനിക്കണമെങ്കിൽ ഞാൻ മരിക്കണം. വരെ ഞാൻ അവളെ ഭ്രാന്തായിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കും. അപ്പോ അവളുടെ ചേട്ടനെ നിനക്ക് എങ്ങനെയാ? അവര് നേരെ തിരിച്ചാ. അവളെ ചേട്ടൻ തൃശ്ശൂർ. പെങ്ങൾക്ക് വേണ്ടി മരിക്കാൻ നടക്ക. അത്രയ്ക്ക് ഇഷ്ടമാ. ഞാനെടുക്കാൻ നോക്കിയതാ. ചാവം ചേട്ടനെ ട്യൂൺ ചെയ്യാൻ നടക്കണ അശി പോടാവിടുന്ന്. ഞാനതല്ല, അളിയനൊക്കെ. അളിയൻ അന്നൊരു നാളിൽ നിന്നൊരു രാഗം പൂ പോലെ എന്നെ തഴുകി. ആ കുളിരിൽ ഞാൻ ഒരു കിളിയായി അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു. വിഴികൾ പൂവനമായി അധരം തേൻകണമായി ശലഭങ്ങളായി നമ്മൾ പാടി മന്മരഗാനം. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട് ആട് ആട് നീ ആടാട്. ഹായ് തൃശിക. പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായില്ല. സൂപ്പർ. താൻ ഫ്രീ ആണോ? ഞാൻ മതിയോ? ഞാൻ ഫ്രീയാ. എന്താ കാര്യം? അവിടെ പോയി നീയും പോവാൻ നോക്ക്. അതെ, പിന്നൊരു കാര്യം. അതിന് ഞാനല്ലാതെ വേറെ ആരും നോക്കുന്നത് എനിക്കത്ര ഇഷ്ടമില്ല. എന്റെ കയ്യിന്ന് വിടുന്നുണ്ടോ? നിക്കടി അവിടെ. അതെ, നിന്റെ തമാശക്ക് അത് ബാക്കിയുള്ളവരോട് മതി. എന്റെ അടുത്ത് കാണിക്കാനൊന്നല്ലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? എന്താണ് മീര? ഇതിനാണോ അവനോട് ഏടിച്ചിട്ട് വന്നത്? അയ്യോ, എന്റെ മൂത്ത് കണ്ണും മൂക്കും ചുണ്ടൊക്കെ അവിടെ തന്നെ ഉണ്ടോ നോക്ക്. ഭാഗ്യത്തിനല്ല അവിടെ തന്നെ ഉണ്ടടാ. നോക്കിക്കൊന്നു. ഇതിനവളെ ഞാൻ സ്നേഹിച്ച് വളച്ചില്ലെങ്കിൽ. കേട്ടിട്ടുണ്ട്. നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. പ്രേമം തേനാണ് പ്രേമം കരളിൽ കതിരിട്ട പ്രേമം മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം. പാലാണ് പ്രേമം തേനാണ് പ്രേമം കരളിൽ കതിരിട്ട പ്രേമം മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം. എന്നെ ഒന്ന് പ്രേമിച്ചാൽ എന്തടി പൂങ്കരളെ? നമ്മളൊക്കെ മണ്ണിൽ വന്നത് സ്നേഹിക്കാനല്ലേ? എന്നോടൊന്ന് മിണ്ടിയാൽ എന്തടി പൂങ്കുയിലേ? നിന്നെ കണ്ട നാടു തട്ടുന്നോളം കേൾക്കാൻ കൊതിക്കുന്നടി. പ്രേമിച്ചോരെല്ലാം നാശത്തിലാണ്, പ്രേമം വിഷക്കനിയാണ്. മനുഷ്യനെ കൊടും ചതിയിൽ വീട്ടിടും തീയാണ്. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. ഞാനും വരാം. നാരായണേട്ടാ, 2 സ്ട്രോങ് ചായ. ആ മക്കളെ എത്തിക്കേ. നാരായണേട്ടാ, കഴിക്കാനൊന്നുമില്ലേ?
ഇതാര്? വാസുദേവൻ സാറോ? അകത്തേക്ക് വന്നിരിക്കും സാറേ. ദേടാ നിന്റെ ഭാവി അമ്മായിപ്പൻ. നാരായണ, സുഖാണോ? കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. അല്ല, എന്ത് ഈ വഴിക്ക്? തൃശ്ശികമോളെ കാണാൻ വന്നാണോ? അല്ല, ഞാൻ ആ ബ്രോക്കർ നോക്കി വന്നതാ. നമ്മുടെ തൃശ്ശിക്ക് ഒരു കല്യാണാലോചനയുടെ കാര്യം പറയാൻ. ദേള നിന്റെ അമ്മായിപ്പൻ നിനക്കിട്ടുന്ന പണികള് എനിക്ക് വയ്യ. മകളുടെ മുഖപ്പ് കഴിഞ്ഞുള്ളൂ. നീ ആരൊക്കെ കേട്ടിട്ടാണ് വന്നത്? സോ അച്ഛാ, എന്നെ നോക്ക്, ഞാനും ഇവിടെ വരുമോ? ഇതും പറഞ്ഞാൽ ചെയ്യേ. എന്താ? എന്റെ കാര്യം പറയും. നാരായണ, എന്നിങ്ങനെ ഇറങ്ങട്ടെ. ഷോപ്പിലൊന്ന് പോണേ. ആ ബ്രോക്കറെ കാണുമ്പോൾ പറഞ്ഞേക്ക്. ശരി സാറേ, ഞാൻ പറഞ്ഞേക്കാം. ഡാ, ഇനി എന്താ അടുത്ത പരിപാടി? അറിയില്ലടാ. അതെ, ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ആരും കാണാതെ നടന്നാ മതിയോ? എന്നെ വീട്ടിൽ വന്ന് കാര്യം പറയണേ. ഞാൻ എന്ത് ചെയ്യാനാ? ഒരുത്തി കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കല്ലേ. പോരാത്തിന് കുറെ ഓരോ പോലെ ഇരിക്കുന്ന ചേക്കന്മാരെ നോക്കിയിരിക്കും. പാട്ടെന്ന് പറഞ്ഞ എന്തൊക്കെ രാവിലെ തന്നെ സ്പീക്കറിൽ വെക്കുന്നത് കേൾക്കാം. അവൾക്ക് ചെക്കനെ നോക്കാൻ ഞാൻ കുറേ വരെ പോകേണ്ടി വരും. എവിടെ പോയാലും ശരി, അവളെ കല്യാണം വേഗം നടത്തിക്കോ. ഇല്ലെങ്കിൽ പെട്ടിയും കിടക്കെടുത്ത് ഞാൻ ഇറങ്ങി വരും, നോക്കിക്കോ. എന്നിട്ട് തന്റെ വീട്ടുകാരോട് ഞാൻ പറയും ഞാൻ ഗർഭിണിയാണ്. ഞാൻ ചുമ്മാ ചൂടൊക്കെയല്ലേ, അപ്പൊ ഗർഭം ചൂടൊക്കെയല്ലേ, അപ്പൊ ചൂടായതുകൊണ്ട് ഗ്യാസ് വന്നിട്ടേ വയറ് വീർത്തു ഗർഭിണിയായി. ചേട്ടാ പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. ഇഷ്ടപ്പെട്ടു. ഹലോ വൈഷ്ണു മോളെ. ഹലോ വൈഷ്ണു മോളെ. ഹലോ. ആദ്യം ഈ തെണ്ടിക്കിട്ട് കൊടുക്കട്ടെ. എന്താ ചേട്ടാ? എന്നാ വേണ്ട, നീ പ്രേമിച്ചോ. പ്രേമിക്കുന്നതൊരു കുറ്റല്ല. എന്റെ മോൾ പ്രേമിച്ചോ. പ്രേമിച്ചോരെല്ലാം നാശത്തിലാണേ, പ്രേമം വിഷക്കനിയാണേ, മനുഷ്യനെ കൊടും ചതിയിൽ വീട്ടിടും തീയാണേ. ഡീ കുഞ്ഞാ, കുഞ്ഞാ, എന്താടാ? ഏത് നേരം ഇത് നോക്കിയിരുന്നോ? അപ്പൊ തിന്നാൻ വിളിക്കുന്ന നിന്റെ തന്ത കൊണ്ടുതരോ? തന്തേനെ പറയുന്നോ? നീ വന്ന കാര്യം പറയുന്നുണ്ടോ? നീ ഒരു ചെക്കനെ കെട്ടണം. ഞാനാ? അതെ, നിന്റെ സ്വഭാവത്തിൽ നീ തന്നെ കെട്ടിട്ട് ഒരു മോളെ. ഇത് പറയാനാണോ നീ ഇപ്പൊ വന്നത്? കുഞ്ഞാ, എനിക്ക് കുറച്ച് സമാധാനം വേണം. കല്യാണക്കാര് ആ സംസാരിക്കുന്നത് വേണ്ട. വേണ്ടെന്നോ? അപ്പൊ ഞാനോ? എനിക്ക് കെട്ടണം. നീ എന്തെങ്കിലും ചെയ്. എന്നാ ഇന്ന് ഞാനിവിടെ കിടക്കണേ. ശരിക്കും? ആ, നെഞ്ചുലഞ്ഞ മുറിയിലായി മെല്ലെ മെല്ലെ തഴുകുവാ നിലവാകാം, നിഴലാകാം. മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം. കുഞ്ഞാ, നീ ഒരു കാര്യം പറയട്ടെ. പറയ്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്റെ കുഞ്ഞാനെ. ഇപ്പൊ നിനക്ക് ആ പേര് മാത്രമുള്ള കുഞ്ഞാന്നു. പക്ഷെ നീ ആകെ മാറി. തോറ്റുപോയതാ ചേട്ടാ. എല്ലാവരുടെ സ്നേഹത്തിനൊക്കെ മുമ്പില് സ്വന്തം കാര്യം മാത്രം നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോഴിരുന്നേനെ കുഞ്ഞനായിട്ട് തന്നെ. എന്റെ മോള് കിടന്നോ? മറക്കാൻ കഴിയണമെന്ന് ഞാൻ പറയില്ല. ഇത്രയും വർഷമായില്ലേ, എന്നിട്ട് മറക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോഴുള്ള ജീവിതത്തിൽ നീ തിരിച്ചു വരണം. നിനക്ക് ചുറ്റുള്ളവരെ കൂടി നീ മനസ്സിലാക്കണം. നിന്റെ ചേട്ടനെ. മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? എനിക്കോ? വേണ്ട. മൂത്തൊക്കെ നല്ല ക്ഷീണമുണ്ട്. ഞാനൊരു ജ്യൂസ് എടുത്തിട്ട് വരാ. നീ അവിടെ നിന്ന് നിന്നേ. എന്താ? സത്യം പറയും, കൂടുതൽ പരപ്രയോഗം വരാതെ കൊല്ലാനാണോ? എന്ത് വർത്താന വൈഷ്ണു. പ്രേമൊരു
തെറ്റല്ല. അനിയത്തിമാരായ എല്ലാവരും പ്രേമിക്കാം. പിന്നെ ചേട്ടനെ ഞങ്ങൾക്ക് ഉണ്ടല്ലോ നടത്തി തരാൻ. പിന്നെ വൈകുണ്ഠത്തിലെ തറവാട്ടിലെ ചെക്കൻ അടിപൊളിയായിരിക്കില്ലേ? നിർത്ത്. അവനെ നിനക്ക് എങ്ങനെ അറിയാ? സത്യം പറയ്, എന്താ നിന്റെ ഉദ്ദേശം? അറിഞ്ഞ അവസ്ഥക്ക് അപ്പൊ തൃശ്ശൂരിന്റെ അനിയത്തിയായിരുന്നൂലേ? ഇത്രയും നീ പുറകെ നടന്നിട്ട് അവള് വളയണില്ലെങ്കില് അവൾക്ക് വേറെ വല്ല സ്നേഹം എന്തെങ്കിലും? അതില്ല. കാരണം അവള് പഠിച്ചതെല്ലാം തൃശ്ശൂരാണ്. പഠിത്തം കഴിഞ്ഞ് ഇവിടേക്ക് പോകണം. പിന്നെ 1 വർഷം വീട്ടിൽ തന്നെയായിരുന്നു. 1 വർഷം വീട്ടിൽ തന്നെ? അതെ, അവള് ചെറുപ്പത്തിൽ പോയതാ. പിന്നെ ഒരു കാര്യത്തിൽ അവൾ ഇവിടേക്ക് വന്നിട്ടില്ല. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ എല്ലാരും ചേർന്ന് സ്നേഹിച്ച് വഷളാക്കാൻ 1 വർഷം കുടുംബത്തിൽ തന്നെ ഇരുത്തി. പിന്നെയാണ് പഞ്ചായത്തിലൊക്കെ വന്നത്. അവിടെ വന്ന എല്ലാ പ്രപ്പോസലും അവള് വേണ്ടെന്ന് വെച്ചു. പിന്നെ വീട്ടുകാരെ എതിർത്തിട്ട് അവളൊന്നും ചെയ്യില്ല. എന്നാലും അവള് വീട്ടുകാരെ പേടിച്ചിട്ടാണ് യെസ് പറയാത്തത്? അല്ല, പിന്നെ അവളുടെ കണ്ണി പോലും എന്നോടുള്ള സ്നേഹം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവളെ മറക്കാൻ പറയാനാണെങ്കിലും വേണ്ട. എനിക്ക് പറ്റില്ലടാ. സ്നേഹിച്ചു പോയി. ഇനി ഞാൻ മരിക്കണം. ഞാൻ എന്തിനെത്രയ്ക്ക് അവളെ സ്നേഹിക്കുന്നറിയില്ല. പക്ഷെ വീട്ടിലെല്ലാരും മാത്രം പറയില്ലടാ. പറ്റില്ല മോനെ, പറ്റില്ല. ഋഷിക, ദാ മേഡം വിളിക്കുന്നുണ്ട്. ആ, ഞാൻ പൊക്കോളാം. മാഡം, ഋഷിക വരൂ. ഗ്രാമസഭയുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്തേ? വാർഡിൽ ഇനിയും കഴിഞ്ഞിട്ടില്ലേ ഗ്രാമസഭ? എല്ലാ മെമ്പർമാരോടും വേഗം അവസാനിപ്പിക്കാൻ പറയണം. പിന്നെ ഓംകാരയുടെ കൂടെ 5-ാം വാർഡിലൊന്ന് പോകണം. അവിടെ വീടുകളിലെ വെള്ളം റോട്ടിലേക്ക് പോകണമെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേഗം ഒന്ന് എന്റെ റിപ്പോർട്ട് ഒന്ന് ശരിയാക്കി തരണം. മാഡം, എനിക്ക് അവൻ്റെ കൂടെ പോകാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ അശ്വതിയോട് പറയാം. പറ്റില്ല, അശ്വതിക്ക് വേറെ പണിയുണ്ട്. ഞാൻ തന്നോടാ പറഞ്ഞത്. താൻ പോയി നോക്ക്. എന്റെ കൂടെ വരാൻ പറ്റാത്തവരാണെങ്കിൽ വരണ്ട. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അങ്ങനൊക്കെ പറയുന്നു വിചാരിച്ചോ? ഞാൻ പറയില്ല. അതുകൊണ്ട് വരാൻ നോക്കാൻ എന്റെ പെണ്ണ്. അവളെ തിരിച്ച് ഇതുപോലെ തന്നെ കൊണ്ടുവന്നോളോ. ഇല്ലെങ്കിൽ വൈകുന്നേരം ഇവിടെ ശുദ്ധി കലശം ചെയ്യും. മോളെ, ഓംകാര എവിടെയാ? സാർ പുറത്തു പോയില്ലോ. അമ്മ എന്തെവിടെ? ഓമിനെ കാണാനാണോ? അല്ല, ത്രിശിക മോളെ കാണാൻ. ത്രിശിക അവളെയാ? അതെ, അവളോടൊന്ന് സംസാരിക്കാൻ. ചിലപ്പോ ഞാൻ നേരിട്ട് സംസാരിച്ച മോളൊക്കെ പറഞ്ഞാലോ. ഹോം അറിഞ്ഞിട്ടല്ല, പക്ഷെ അവളെ സങ്കടം കാണാൻ പറ്റാത്തോണ്ടാ. ഞാൻ മോളോട് സംസാരിക്കും. മോളെന്താ പറയാനുള്ളതെന്ന് കേൾക്കാലോ. അമ്മ അത് വേണോ? അവളെങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. അറിയാം, എന്നെ മോളെ കൈനീട്ടി അടിച്ചതല്ലേ. പറഞ്ഞിട്ട് അവള് ചില്ലറ കയ്യിലെന്ന് എനിക്കിഷ്ടമായി. 2 അവന് ഞാൻ ഓങ്ങിച്ച് ആ കുട്ടി കൊടുത്തു. അത്രയാണ്. ത്രിശിക വന്നിട്ടുണ്ടോ? എന്നാലും ആയോ? ഇവിടെ നിൽക്ക്, ഞാനവളെ വിളിച്ചിട്ട് വരാം. അവൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? അവനെ ഞാനുണ്ടല്ലോ ചവിട്ടി കൂട്ടി വലിച്ചുണ്ടല്ലോ, മൂട്ടിയൊക്കെ പിടിച്ച് പിടിച്ച് കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിച്ച് അവനവൻ്റെ ഒരു കണ്ണും ഒരു മൊയിലും പല്ലും. എന്താ? ഒരമ്മ കാണാൻ വന്നിട്ടുണ്ട്. അവളെ കൗൺസിലിംഗ് ചെയ്യുന്നോടെ ഇരുത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, അമ്മ വന്നിട്ടുണ്ട് ത്രിശികനെ കാണാൻ. നീ വേഗം വായോ. അവളാണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യത്തില്ല. എന്റെ അമ്മയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ വേഗം വരാൻ നോക്ക്. കുറെ നേരമായി വന്നിട്ട്. അയ്യോ, എനിക്കെന്റെ അമ്മ ഇരിക്കേ. അമ്മയുടെ പേരെന്താ? സീതാ കാശിനാഥൻ. അല്ല, അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അമ്മ എന്തെങ്കിലും കഴിച്ചിരുന്നോ?
എന്റെ ഭർത്താവ് കാശിനാഥൻ. എനിക്ക് 2 മക്കളാ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. പക്ഷെ മകൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡിസ്റ്റർബ്. അത് മോളോട് വന്ന് സംസാരിക്കാന്ന് വെച്ചത്. അവനൊരു കുട്ടിയെ നല്ല ഇഷ്ടമാണ്. ശരിക്കൊക്കെ പറഞ്ഞ അവള് ജോലിക്ക് കയറിയത് മുതല് അവള് ലീവാകുന്ന ദിവസമൊക്കെ അവള് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അവള് പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, അവൻ ചെയ്യണതാ. TV നോക്കിയിട്ട് എങ്ങനെ പ്രപ്പോസ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ പലവട്ടം അവന്റെ സ്നേഹം തിരുത്താൻ നോക്കിയതാ. കാരണം ഒരു സ്നേഹം എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ അവളെ കുട്ടിയില്ലെങ്കിൽ മരിക്കുന്ന പറയണേ. ഈ പ്രാവശ്യം അവളവനെ കൈനീട്ടി തള്ളി. പക്ഷെ അവന് അവളോട് ദേഷ്യവും സങ്കടവും ഒന്നുമില്ല. അവളോടുള്ള സ്നേഹവും കുറഞ്ഞിട്ടില്ല. അതാണ്. പക്ഷെ ഞങ്ങളുടെ മകനല്ലേ, ഇതുവരെ നുള്ളി പോലും ഞങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല. പക്ഷെ അത് കേട്ടപ്പോ ഒരമ്മയല്ലേ ഞാൻ. എന്റെ മനസ്സൊന്ന് ഓമിന്റെ അമ്മയാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഇനിയും മകൻ എൻ്റെ അടുത്ത് വേഷം കെട്ടുകൊണ്ട് വന്നാലുണ്ടല്ലോ, നിങ്ങൾ കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കും. മകനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരാൾക്ക് ഇഷ്ടമില്ലാതെ എങ്ങനെ സ്നേഹിക്കാനാ? അമ്മയ്ക്ക് നാണാവില്ലേ മകന്റെ സ്നേഹത്തിന് വേണ്ടി വക്കാലത്ത് വന്ന് പറയാൻ? എന്താ നിന്റെ ഐഡിയ കൊള്ളാം. മാഡത്തിനെ കൂട്ടി പിടിച്ചത് പോരാന്ന് വെച്ചാണോ അമ്മനെ കൊണ്ടുവന്നത്? അതിന് പറ്റിയ നീ നിർത്തുന്നുണ്ടോ? നീ അമ്മനെ കൊണ്ടുവിട്ടിട്ടോ? അമ്മ ചെല്ല്. കുഞ്ഞാ കുഞ്ഞാ, സാരില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കൂടെ കൂടുതലെടുത്തിട്ടെന്ന് പറയുമ്പോ ആർക്കായാലും ദേഷ്യം വരും. നീ അവിടെ എന്റെ കാര്യം ചെയ്തോണ്ട് ഇത്രയും റിയാക്ട് ചെയ്ത്. സാരില്ല, മനസ്സിലേക്കാണ്. അത് വിട്ടേക്ക്. പ്ലീസോ എന്നെ വിട്ടേക്ക്. നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. അതെന്തുകൊണ്ടാന്ന് എനിക്ക് അറിയണം. എനിക്ക് കാരണം അറിയണം ദൃശ്യത. ഇല്ലാതെ നിന്നെ ഞാൻ വിട്ട് പോകില്ല. നിനക്ക് ആരും ഇഷ്ടമാണോ? പറയാൻ. പിന്നെ എന്താ പ്രശ്നം? എനിക്ക് ഇഷ്ടമല്ല. വേറൊരു കാരണം എനിക്കില്ല. പ്ലീസ് എന്നെ വിട്ടേക്ക്. എന്നെ വിട്ടേക്കോ പ്ലീസ്.